ഇന്ന് വലിയൊരു ആക്സിഡൻ്റൊക്കെ കണ്ട ഒരു ഡേ ആയിരുന്നു. അപ്പം ഞാനും ചേച്ചിയുടെ കൊച്ചൊക്കെ കൂടെ ആൻറ്റിയുടെ വീട്ടിൽ ഒരു ലോങ് വീക്കെൻഡ് കിട്ടിയപ്പോൾ ഇങ്ങനെ സ്റ്റേക്കൊക്കെ പോയിട്ട് തിരിച്ച് കോട്ടയത്ത് നിന്ന് പാലയിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് റിട്ടേൺ വരുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വരുമ്പം ഈ കോട്ടയത്തിന് എല്ലാവരും ട്രോളുന്ന ഈ മെയിൻ സാധനം ഉണ്ടല്ലോ, റൗണ്ട് പോലത്തെ തൃശ്ശൂർ റൗണ്ടിൽ ചെയ്തേക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ചെയ്യാൻ നോക്കിയിട്ട് ഫ്ലോപ്പായ സാധനം, അതൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. അതെപ്പോഴെങ്കിലും ശരിയായാൽ മതിയായിരുന്നു. പിന്നെ മനോരമ ഓഫീസൊക്കെ ക്രോസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കോട്ടയത്തിൻ്റെ മെയിൻ നർമ്മദയിൽ കയറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടിയല്ല, ചേച്ചിക്കൊരു ഫംഗ്ഷൻ ഇടാൻ വേണ്ടി മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കിങ്ങനെ തോന്നുമായിരുന്നു, നർമ്മദ ആക്ച്വലി മെയിൻലി മെറ്റീരിയൽസ് ആണല്ലോ. നമ്മളിങ്ങനെ കുറേ ഷോപ്സൊക്കെ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കമ്പാരിറ്റീവ്ലി കുറേ മെറ്റീരിയൽസും ഉണ്ട്, കമ്പാരിറ്റീവ്ലി റേറ്റും കുറവാണ്. അങ്ങനെ ഞങ്ങൾ ഷിഫോണിൻ്റെ ഒരു മെറ്റീരിയലൊക്കെ ഇങ്ങനെ കുറേ നോക്കി. റെഡ് കളറായിരുന്നു ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേനും റെഡിന് തന്നെ പല പല വേരിയൻസ് ഉണ്ടല്ലോ. മെറൂൺ റെഡ് ഉണ്ട്. ഞങ്ങൾക്ക് തോന്നി മെറൂൺ റെഡാണ് നല്ലതെന്ന് തോന്നിയിട്ട് അങ്ങനത്തെ ഒരെണ്ണം ചൂസ് ചെയ്തു സ്കേർട്ടിന് വേണ്ടിയിട്ട്. സ്കേർട്ടും ടോപ്പും അതിന് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ടോപ്പിന് മെറ്റീരിയൽ എടുത്തു. അങ്ങനെ ഫുൾ മെറ്റീരിയൽസൊക്കെ എടുത്തു. അവിടെ കോട്ടൻ്റെയും കുറേ സെലക്ഷൻസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നർമ്മദയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പിന്നെയും ഞങ്ങളുടെ ജേർണി കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേന് നല്ല ബ്ലോക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ബ്ലോക്കിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാർക്ക് അതൊന്നും നോക്കണ്ടല്ലോ. അവർ ചുമ്മാ ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി. എന്നിട്ട് അത് കാരണം ഒരു ബ്ലോക്ക് വന്നു. അതുകൊണ്ട് പിന്നെ വന്നപ്പോൾ രണ്ടാമതൊരു ആക്സിഡൻറ്റ് കൂടെ കണ്ടു. അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ സ്പെയർ പാർട്സുമായിട്ട് വന്നൊരു ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയിട്ട് ഇടിച്ച് കയറിതാൻ തോന്നുന്നു. പാവം, രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ മണർക്കാട് പള്ളിയൊക്കെ താണ്ടി ഫൈനലി പാലായിലെത്തി. പാലായിലെത്തുമ്പോഴേ ഇങ്ങനെ ഒരു സൈഡിലിങ്ങനെ നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ പതുക്കെ വന്നിട്ട് ഞങ്ങൾ പാലായിലെത്തിയപ്പോഴത്തേനും ഓൾമോസ്റ്റ് നൈറ്റ് അവറായിരുന്നു. ഇത് പാലായിലെ മെയിൻ ഒരു ടെമ്പിളാണ്, കടപ്പാട്ടൂർ ടെമ്പിൾ. പിന്നെ ഇത് നമ്മുടെ പാലയുടെ സ്വന്തം കുരിശുപള്ളി, പാലയിനെ ഫേമസ് ആക്കിയിട്ടുള്ള വൺ ഓഫ് ദ തിങ്സ്. പിന്നെ നമ്മൾ ക്രോസ് ചെയ്ത് വന്നിട്ട് അൽഫോൻസാമ്മയുടെ തോമ്പിൻ്റെ അവിടെയൊക്കെ എത്തി. അതും കൂടെ കഴിഞ്ഞിട്ട് ഇച്ചിരി ആകുമ്പോഴത്തേനും നമ്മളുടെ വീടെത്തും. അങ്ങനെ അൽഫോൻസ പള്ളിയും ഒരു ഫേമസ് ആണല്ലോ പാലായിൽ. ഇങ്ങനെ തീർത്ഥാടനത്തിനൊക്കെ കുറേ ആൾക്കാർ വരുന്ന പള്ളിയാണല്ലോ. പിന്നെ എല്ലാവർക്കും നല്ല വിശ്വാസമുള്ള പള്ളിയാണ് അൽഫോൻസാമ്മയുടെ പള്ളി. അങ്ങനെ ഞങ്ങൾ അതും ക്രോസ് ചെയ്ത് ഇച്ചിരിയോടെ വന്നപ്പോഴത്തേനും ബിവറേജ് എത്തി. ബിവറേജിൽ എന്തൊരു ക്യൂ ആണെന്നറിയാവോ. എസ്പെഷ്യലി ഈസ്റ്ററൊക്കെ വരുന്ന കാരണം നല്ല ക്യൂ, നല്ല ഡീസൻ്റായിട്ട് ചേട്ടന്മാരോട് നിൽക്കും. അങ്ങനെ ഫൈനലി കറങ്ങി തിരിഞ്ഞ് വീട്ടിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു. അപ്പോഴേക്കും കൊച്ചിനാണെങ്കിലും നല്ല ഹാപ്പിനെസ്സായി. അവന് കറക്റ്റ് അറിയാം വീടെത്തുമ്പോഴത്തേനും എത്തിയെന്നിങ്ങനെ പറയും. അമ്മ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു.